ഹലോ ഗൈസ്, ഞാനിന്ന് നമ്മുടെ മജ്ജി ടയോട്ടയിൽ വന്നേക്കാണ് കേട്ടോ. ഞങ്ങൾ ടയോട്ടോ പ്രാഡോ പുതിയതിൻ്റെ ടെസ്റ്റ് ഡ്രൈവിന് വന്നേക്കാണ്. ഞാനുണ്ട്, അജിലുണ്ട്. അപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിൻ്റെ ഇതിന് വന്നേക്കാണ്. അപ്പോൾ വണ്ടി വെയിറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോൾ തന്നെ വണ്ടി വരും. ഓക്കെ ഗൈസ്, അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് വേണ്ടത് നിങ്ങൾ കാണിച്ചു തരാം. അജിൽ ഇവിടെ കിടക്കുന്ന വണ്ടി കണ്ടുകൊണ്ടിരിക്കുക. എങ്ങനെയുണ്ട് വണ്ടി കണ്ടിട്ട്? ഇഷ്ടമായോ? വണ്ടി എനിക്കിഷ്ടമായി. എങ്ങനെയുണ്ട് വണ്ടി? അടിപൊളി. ഉള്ളൊന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ വണ്ടിയുടെ ഉള്ളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ആദ്യം പുറം കാണിച്ചു തരാം. ഇതാണ് നൈസ് കാർ കേട്ടോ. ഞാൻ ഇതിൻ്റെ പിക്ചറൊക്കെ കണ്ടപ്പോൾ അത്ര വലിയ ഗുമ്മ തോന്നിയില്ല. പക്ഷേ കണ്ടോ, ഇതാണ് മജ്ജി ടയോട്ടയിലാണ്. കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. ഉള്ളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വണ്ടി കിട്ടും. അതിൽ ഇരിക്കുന്നു, അങ്ങനെ നോക്കുന്നു. ഉണ്ടോ, കുഴപ്പമില്ല. ഡിസ്പ്ലേ ഇത് VX മോഡൽ വണ്ടിയാണെന്നാണ് ഇവർ പറഞ്ഞത്. VX ആണ്. ഇതിന്റെ വില എത്ര പറഞ്ഞാൽ $95,000. ഇത് മൂന്നാമത്തെ ഓപ്ഷൻ വണ്ടി. തേർഡ് ഓപ്ഷൻ. ഇതിന് താഴെ GX, GXL, പിന്നെ VX, പിന്നെ അതിൻ്റെ അത് കഴിഞ്ഞിട്ട് ഒരു ഇതും കൂടി അവർ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഉള്ളതാണ് കാക്കട്. JBLന്റെ സ്പീക്കർ ആട്ടോ വരുന്നത്. പിന്നെ ഈ ഇതിൻ്റെ AC-യുടെ വിൻഡോ റൗണ്ട് ടൈപ്പ് ബെൻസ് ടൈപ്പ് ആയിട്ടുണ്ട്. അതേപോലെ ഇവിടെ ചാർജിങ് ഉണ്ട്, വയർലെസ് ചാർജിങ് ഉണ്ട്. ഇത് ഫ്രീസർ ഉണ്ട്. അതന്നെ കൂൾ ബോക്സ്, ഫ്രിഡ്ജ് പോലെ. ശരി, ഞാൻ ഓടിച്ചു നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ വ്യത്യാസങ്ങൾ. ഇതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. ഇത് തേർഡ് ഓപ്ഷൻ ആണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സൺറൂഫ് ഇല്ല എന്നുള്ളൂ അല്ലേ? സൺറൂഫ് ഇല്ല. ഓക്കെ, ഞാൻ ബാക്ക് വശം കാണിച്ചു തരാം. കുഴപ്പമൊന്നുമില്ല. സീറ്റ് മിക്സ് ആണോ നല്ല ഇത് ലെതറും ഇതും കൂടി ഇതാണോ കാക്കടൂലാന്നാണ് ഫുൾ ഇതുള്ളത്. അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി. കുഴപ്പമൊന്നുമില്ല, കാണാൻ നല്ല ഗുമ്മൊക്കെ ഉണ്ട്. ബൂട്ട് സ്പേസ് കുഴപ്പമില്ല. ഇതുണ്ട്, 2 ബോക്സുകളൊക്കെ പോലെ തന്നെയുണ്ട്. ഇത് തേർഡ് റോ ആണത്. കാക്കടൂവിനാണെന്ന് തോന്നുന്നു. മറ്റേ സ്വിച്ചുമ്പോൾ തന്നെ സീറ്റ് പൊന്തി വരും. ഇതുണ്ട്, ഇതെന്താ ബോക്സ് ഉണ്ട്, തുറന്നു നോക്കിയാൽ ഇന്നത്തെ തന്നെയാണ്. ഇത് അത്യാവശ്യം ചെറിയൊരു ബോക്സ്. കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ വണ്ടി. അടിപൊളിയാണ്, കുഴപ്പമില്ല. അതൊക്കെ 1 ടച്ചാണ്. അതന്നെ 1 ടച്ച്. കുഴപ്പമില്ല, നൈസാട്ടോ സാധനം. ഇനി നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വണ്ടി. ടെസ്റ്റ് ഡ്രൈവിന് തന്നെ വണ്ടി ഇതാട്ടോ. ദിസ് വൺ വിച്ച് വേരിയൻറ്റ്? This is a GXL, this one? GXL? ഓക്കെ. ഇത് GXL മോഡൽ കേട്ടോ. ഇത് ഫ്രണ്ട് മറ്റേ ക്രാഷ് കാർഡൊക്കെ പിടിപ്പിച്ചു സെറ്റാക്കി അങ്ങനെ വണ്ടിയാണ്. നോക്കാം, ഇനി നമുക്ക് ജസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിതേ വണ്ടിയിൽ കയറി. AC ഒക്കെ നല്ല അതാണ്, കുഴപ്പമില്ല. ഇത് 4th ഓപ്ഷൻ അല്ലേ? അല്ല, ഇത് മൂന്നാമത്തെ ഓപ്ഷൻ. അല്ല, തേർഡ് ഓപ്ഷൻ അതല്ലേ? ഇത് രണ്ടാമത്തെ ഓപ്ഷൻ. കാക്കടൂവിന്റെ തൊട്ട അല്ല, ഇത് ബേസിൽ നിന്ന് തൊട്ട് മേളിലുള്ള GXL മോഡൽ വണ്ടി. ഇത് GXL ആണ്, പക്ഷെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ. അതിന്റെ സീറ്റൊക്കെ ആണെങ്കിൽ അല്ല, ഇത് അതിനൊക്കെ കൂടിയതുള്ളൂ. ഇത് ലെതർ സീറ്റാ. ഇത് അല്ല, GX ആണ് ഏറ്റവും ബേസ് മോഡൽ. അത് കഴിഞ്ഞിട്ടുള്ള മോഡൽ ഇത് GXL. പക്ഷെ ഇതിന്റെ അകത്ത് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും. വണ്ടി VX ആണ്, അത് മൂന്നാമത്തെ വേരിയന്റ്. അതിന് മുകളിൽ ഒരു വേരിയന്റ് ഉണ്ട്. ഏറ്റവും ടോപ്പിന്റെ മോഡലാണ് കാക്കടു. ഇത് രണ്ടാമത്തെ മോഡലാണ്. പക്ഷെ പ്രറ്റി മച്ച് എല്ലാം സെയിം ആണ്. അത് ടൊയോട്ടയുടെ എല്ലാ വണ്ടിക്കും അങ്ങനെയാണല്ലോ. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഇതിനകത്ത്. ഫ്രീ ഇതുണ്ടോ, കൂളർ ഉണ്ടോ എടുത്ത്? ഇതില്ല, ഇതിന് കൂളറില്ല. പക്ഷെ ബാക്കി എല്ലാം ഉണ്ട് അത്യാവശ്യം. അപ്പൊ നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, അതുപോട്ടെ. ഗിയർ ഓട്ടോമാറ്റിക്. ഇത് മറ്റേതിന് RAV4 ഇവിടെയാണ് ബട്ടൺ, ഇതിന് ഇവിടെ ബട്ടൺ, സൈഡിലെ ബട്ടൺ. എന്താ കണ്ടോ, സൈഡില് ബട്ടൺ ഇട്ട്. ക്യാമറ നല്ല ക്ലാരിറ്റി കേട്ടോ. ഇതും 360 ക്യാമറ തന്നെയാണ് കേട്ടോ. ഇതിനും 360 ക്യാമറ തന്നെയുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാണ്.
അപ്പൊ നമുക്കൊന്ന് പോയി ഓടിച്ചു നോക്കിട്ട് വരാം. എന്നാലോ എങ്ങനെയുണ്ടെന്നുള്ളത് ബുക്ക് ചെയ്യാം. 4 മാസം മതി എന്നാണ് പറയണേ. ഇതിന് $90,000 ഉള്ളൂ. അപ്പൊ ഈ കാശുള്ളതുകൊണ്ട് ചൂടോടെ നമുക്ക് മേടിക്കാം. അതെ. അപ്പൊ അതിന്റെ വീലിന്റെയും ഇതൊക്കെ കണ്ടോ, അതൊക്കെ എല്ലാ സെറ്റപ്പും കാണിക്കുന്നുണ്ട്. ആനപ്പുറത്ത് കയറിയിരുന്ന പക്ഷെ അതന്നെ നല്ലൊരു എന്തൊരു നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീലാട്ടോ. സംഭവം പൊളിയാണ്. നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന പോലെയാണ് കേട്ടോ, നല്ല ഫീൽ ചെയ്യണത്. എന്തായാലും ഭയങ്കര സ്മൂത്ത് ആണ് സ്റ്റിയറിംഗും നല്ല. അങ്ങനെ ഇന്നിപ്പോ ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവിന് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ വണ്ടി കാണുമ്പോൾ കാണാനൊക്കെ നല്ല നൈസ് ലുക്കാട്ടോ, കുഴപ്പമില്ല. എനിക്കത് പുറമേ നിന്നുള്ള ലുക്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് തോന്നുന്നു ഒരു വേരിയന്റും തമ്മിലല്ലേ. കാരണം അവിടെ കിടക്കുന്ന VX-ഉം ഇതും പുറമേന്ന് വ്യത്യാസമില്ല, ഇന്റീരിയറിലുള്ള ഫീച്ചേഴ്സിൽ വരുന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണത്. എന്താണെങ്കിലും ആരെങ്കിലും പ്രാഡോ 2025 മോഡല് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്തോ, പൊളിക്കാം. പിന്നെ ഒരു കാര്യം, ആദ്യം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് 2 year ബുക്കിംഗ് ആണെന്നാണ്. പക്ഷെ ജസ്റ്റ് 4 month ഉള്ളൂ ബുക്കിംഗ്. മജ്ജി ടയോട്ടയിൽ ഞങ്ങളോട് പറഞ്ഞത് 4 മാസം ഉള്ളൂ എന്നാട്ടോ. എല്ലാ ടയോട്ടയിലും ഒരേപോലെ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വിചാരിച്ച എക്സ്പെക്ട് ചെയ്ത അത്രയും പൈസ അതേപോലെ അത് തന്നെ. ഞാൻ വിചാരിച്ച ഒരു 1.30 1.40 ടോപ്പ് എൻഡ് മോഡലായ കാക്കഡുവിന് ആവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇല്ല, 1.10 നല്ല പുള്ളി പറഞ്ഞ കാക്കഡു. 1.8 ഡ്രൈവേ 1.8 ഉള്ളൂ കാക്കഡുവിന്, ടോപ്പ് എൻഡ് മോഡലിന്. ഇതിന് 92 കണ്ടാണ്ടുള്ളൂ, VX-ന് 95. അതെ, നമുക്ക് ശരിക്കും 95 VX മോഡൽ മതിയാവും എനിക്ക് തോന്നുന്നു അല്ലേ. അതിനകത്ത് അത്യാവശ്യം സൺറൂഫ് ഇല്ല എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി ഒരുമാതിരി എല്ലാം ഇതുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഗിയറൊന്നും മാറണം നമ്മൾ അറിയുന്ന പോലും ഇല്ല കേട്ടോ. എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? സോഫാർ അടിപൊളി. $90,000 ഉണ്ട്, അപ്പ മേടിക്കാം. നോക്കാനില്ല, വീടിലും വേണ്ടില്ല, പ്രാഡോന്റെ അകത്ത് കയറിയിരിക്കാം. പിന്നെ ഇതിന് വെതർ ഷീൽഡ് ഒക്കെ ഇൻബിൽട്ടാ, ഒന്നും വെക്കേണ്ട. അല്ല, ഇത് ഇവര് വെച്ചേക്കണതാ ആണോ? പിന്നെ അത് നമ്മൾ പറയേണ്ടി വരും. വെതർ ഷീൽഡ് ഒക്കെ നമ്മൾ ഇത് ഇപ്പൊ ഇവരുടെ ടെസ്റ്റ് ഡ്രൈവിന് ഇട്ടേക്കണതുകൊണ്ട് ഇട്ടേണ്ട. അതേപോലെ FJ ഇതിന്റെ മിറർ വന്നത് കണ്ടോ, FJ ക്രൂസറിന്റെ പോലത്തെ ഒരു സൈഡ് മിറർ ആട്ടോ വരുന്നത്. കുഴപ്പമില്ല വണ്ടി, നല്ല. ബാക്കിലുള്ള യാത്ര ഇങ്ങനെയൊന്നും അറിയില്ല. 8 ലിറ്റർ എഞ്ചിനേ ഉള്ളൂ. അതുകൊണ്ട് അധികം മറ്റു വണ്ടികൾക്കുള്ള പോലെ പെട്രോൾ കുടിക്കുന്നുള്ളൊരു വറിയുടെ ആവശ്യമില്ല. കാലയ്ക്ക് കൊടുക്കുമ്പോഴേക്കും ജും 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 എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി പൊക്കോണ്ടിരിക്കുന്നത്. അതെ തന്നെ. 2.8 ആണ് എഞ്ചിൻ വരുന്നത്, 2.8 ലിറ്റർ ഡീസൽ വണ്ടിയാണിത്. പക്ഷെ ബേസ് മോഡലാകുമ്പോൾ ഇതിന്റെ താഴെ ഇനി ഒരെണ്ണം കൂടി ഉണ്ട് അല്ലേ? ഇതിന്റെ താഴെ ഏറ്റവും ബേസ് മോഡൽ ഒരെണ്ണം കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രാഡോന്റെ ഒരു ഗുണം RAV4 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ RAV4ന്റെ അകത്ത് ഇപ്പൊ എന്റെ വണ്ടി ഇപ്പൊ GXL ആയതുകൊണ്ട് അതിന്റെ അകത്ത് ലെതർ സീറ്റ് ഒന്നും ഇല്ല. പക്ഷെ പ്രാഡോന്റെ അകത്ത് എനിക്ക് തോന്നുന്നു എല്ലാ ബേസിന്റെ അകത്ത് വരെ 360 ഡിഗ്രി ക്യാമറ എല്ലാം ഉണ്ട്. അതെ, ഇതിന്റെ അകത്ത് പോലും ഇതിന്റെ ബേസ് വണ്ടിക്കും ഈ പറയുന്ന മിനിമം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു. സൺറൂഫ് ഇല്ല, കൂൾ ബോക്സ് ഇല്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. സൺറൂഫ് എനിക്ക് തോന്നുന്നു കാക്കഡുവിന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ അകത്ത് ഈ ഡാഷിൽ കാണുന്ന എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഇപ്പൊ ഇതിന് 3 ഓപ്ഷൻ ഡ്രൈവ് മോഡ് ഉണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ ഈ പാഡ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഓട്ടോമാറ്റിക് കാർ സീറ്റ് ഉണ്ട്, എല്ലാം. ഹീറ്റഡ് സിസ്റ്റം അല്ലേ? ഡ്രൈവർ ഇൻഅറ്റൻഷൻ ഡിറ്റക്ടർ എന്ന് എഴുതി. നമ്മള് നേരെ നോക്കിയല്ല ഓടിച്ച എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് വാർണിംഗും വന്നു, സ്ക്രീനിൽ എഴുതി കാണിച്ചു. സേഫ്റ്റി ഫീച്ചേഴ്സ് അപ്പോൾ ഒത്തിരി ഉണ്ട് ഇതിൻ്റെ അകത്ത് അല്ലേ? സോഫാർ. പിന്നെ ഇതിന്റെ ഡാഷ് ഇങ്ങനെയാണ്. പക്ഷെ സ്ക്രീൻ ഈ പറഞ്ഞ മാതിരി ഇച്ചിരി വലിയ സ്ക്രീനായിട്ട് വന്നേക്കുന്നത് കേട്ടോ. അത് ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങ് അത് കണക്ട് ചെയ്ത് തന്നെ അങ്ങ് വരെ പോയിട്ടുണ്ട്. അവിടുത്തെ ഡിസ്പ്ലേ ആയാലും കുഴപ്പമില്ല. ഇത് ഈ മിറർ ഇല്ല, മിററിൽ ഡിസ്പ്ലേ ഇല്ല. മിററിൽ ഡിസ്പ്ലേ ഇല്ല. ചിലപ്പോൾ അത് വേണമെങ്കിൽ ബേസ് മോഡൽ ആയതുകൊണ്ടായിരിക്കും ഡിസ്പ്ലേ ഇല്ലാത്തത്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല കേട്ടോ. RAV4 ഓടിച്ചിട്ടോ RAV4 ഇതായിട്ട് നിനക്ക് കമ്പയർ ചെയ്യുമ്പോൾ നിനക്ക് എങ്ങനെ പകല് വ്യത്യാസം ഉണ്ടല്ലേ? RAV4 ഓടിച്ചിട്ട് കക്കട് ഓടിക്കുമ്പോ അത് ഉറുമുങ്ങുഞ്ഞ് ഇത് ആനക്കുട്ടി. ഇത് നല്ല ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഫീൽ കേട്ടോ. ശരിക്കും ഒരു ആനയുടെ പുറത്തിരിക്കുന്ന ഒരു ഫീൽ അല്ലേ?
നമ്മള് വേറെ ഒരു ഫീലാണ്. RAV4 കുറച്ചുകൂടി ചെറിയ വണ്ടിയാ. പിന്നെ ടൊയോട്ട കുറെ കാലമായിട്ട്, ഇപ്പൊ കുറച്ച് കൊല്ലമായിട്ട് ഞാൻ ടൊയോട്ട കൊണ്ടു നടക്കുന്ന, പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതൽ കണ്ടത് ഭയങ്കര ഹാപ്പി. ഇത് കണ്ടു, നമ്മളെ വണ്ടിയുടെ അടുത്ത് എത്തിയപ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് ക്യാം ഡിറ്റക്ട് ചെയ്ത് സ്ക്രീനിൽ കാണിക്കുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, എല്ലാം ഉണ്ട്. ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയില്ല. നമ്മുടെ ഡ്രീം കാർ ഇതേ കിടക്കണു, ഡിഫൻഡർ. എന്തായാലും അടിപൊളിയാണ്, കുഴപ്പമില്ല കേട്ടോ. ഈ പ്രയഡ് അപ്പൊ ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ കഴിഞ്ഞ ദിവസം മജ്ജി വന്നപ്പോ പ്രയഡോ 2025 മോഡല് കിടക്കണ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അതെ, അത് ഇവിടെ ഞാൻ പറഞ്ഞു ആ വണ്ടി ഇഷ്ടപ്പെടാണ്ട് ഒറ്റ ലുക്കിൽ എങ്ങനെയാ നമ്മൾ തീരുമാനിക്കണത് എങ്ങനെയാന്നൊരു കാര്യം ചെയ്യാം. ഇന്നിപ്പോ നമ്മൾക്ക് ഒരു കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട് വന്നപ്പോ ഞാൻ പറഞ്ഞു, എന്നാ ചേട്ടൻ്റെ അടുത്തുനിന്ന് നമുക്ക് കയറി ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് പോയേക്കാം. അപ്പൊ ഇതിനു മുമ്പ് നമ്മുടെ ഒരു ഫ്രണ്ടിന് വേണ്ടി ഇവിടുന്ന് ഓൾറെഡി ഞാനൊരു വണ്ടി എടുത്തായിരുന്നു, RAV4 XSE. അതിന് വേണ്ടി വന്നപ്പോ അവനായിട്ട് സംസാരിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഞങ്ങൾ ഈ വണ്ടി കണ്ടത്. അപ്പൊ അവര് പറഞ്ഞു ടെസ്റ്റ് ഡ്രൈവ് ചെയ്തോ കുഴപ്പമില്ല, എന്തോരം വേണമെങ്കിലും ഓടിച്ചോ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് ഇറങ്ങിയേക്കാണ്. പക്ഷെ ഞാനൊരു ഇച്ചിരി സ്പീഡ് കൂട്ടി പോകാൻ വേണ്ടിയുള്ള ഒരു റൂട്ടിലോട്ടാണ് തപ്പി പോണേ. പക്ഷേ സംഭവം എവിടെ പോണേന്ന് എനിക്ക് വലിയ പിടുത്തില്ല. പക്ഷെ ഞാനൊന്ന് ഓടിച്ചു നോക്കാണ് ഇനി നമ്മൾ ഇത്രയും ദിവസം ആ പെട്രോൾ വണ്ടി ഓടിച്ചിട്ട് ഡീസൽ വണ്ടി ഓടിക്കുന്നതിൻ്റെതായ ഒരു ഇതുണ്ട്. കുഴപ്പമില്ല കേട്ടോ, കാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഫോർച്യൂണറിൻ്റെ ആ ഒരു ഫീലാണ്. ഒരു കുടച്ചിലുണ്ട്, ചെറുതായിട്ട് കുടച്ചിലല്ല, ഒരു എന്താ പറയാ, ഒരു കുളച്ച് പോയാലോ. വേണ്ടോ, നേരെ പൊക്കോ. വേറെ വഴിയിലേക്ക് ചെല്ലണം. നേരെ വിട്ടോ ഞാൻ വഴി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ചോദിച്ചു പോവാം. ഇത് സ്കൂള്, ഇത് മഡ്ജിയിലെ ഒരു കാത്തലിക് സ്കൂൾ ഇവിടെ അല്ല, അത് ടൗണിന്റെ തൊട്ടടുത്ത് നമ്മുടെ ഇതിന്റെ സ്കൂളാ. കാത്തലിക് സ്കൂൾ അവിടെ ആയിരുന്നു. അത് ഡിസ്കവറി. വേണ്ട നേരെ പോ, ആരെയോ ലെഫ്റ്റോ എവിടെ വേണമെങ്കിലും പോ. വണ്ടി ഓടിച്ചു നോക്കും കുറച്ചു നേരം. ഇതിപ്പോ ഇവിടുന്ന് റൈറ്റ് എടുത്താൽ പെട്ടെന്ന് നമ്മൾ ഷോറൂമിൽ തിരിച്ചെത്തും. ഒന്നില്ലെങ്കിൽ നേരെ പോവാ, അല്ലെങ്കിൽ ലെഫ്റ്റ് പോവാ. നമ്മള് ഇത്രയും ദിവസം പെട്രോൾ വണ്ടി ഓടിച്ചതിന്റെ അതാണ്, കാല് കൊടുക്കുമ്പോൾ ഇത് അങ്ങോട്ട് മൂവ് ആവാനായിട്ട് ഒരു ഇച്ചിരി പാടുണ്ട് ഡീസൽ ആയതുകൊണ്ട്. നമ്മുടെ വണ്ടി കയ്യെ കാല് വയ്ക്കുമ്പോഴേക്കും പറക്കൂലോ. പക്ഷെ ഓടിക്കാനൊക്കെ നല്ല സ്മൂത്ത് ആട്ടോ, നല്ല കുഴപ്പമില്ല. ആ ഒരു വൈബ്രേഷൻ ഉണ്ടെന്ന് മാത്രം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡ്രൈവിംഗ് കംഫർട്ട് കൂടുതലായിരിക്കും തോന്നുന്നത്. കാരണം ഡ്രൈവ് ചെയ്യുന്ന സീറ്റിന് ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല ഹൈറ്റ്, നല്ല വ്യൂ. അതെ, ഹൈറ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഉള്ള വ്യൂ കിട്ടുന്നുണ്ട്. ആ ഒരു വിറയലുണ്ടെന്നുള്ള ഒരു ഇത് മാത്രം. കാല് കൂടുതൽ കൊടുക്കുമ്പോൾ ചെറിയൊരു വിറയല് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് റൈറ്റ് പോകണോടാ, ഇവിടുന്ന് റൈറ്റ് നോക്കോ. ഡീസൽ വണ്ടിക്ക് പൊതുവെ ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടിക്ക് ഹൈറ്റ് ഉണ്ടല്ലോ അത്യാവശ്യം, അപ്പൊ അതിൻ്റെതായ ആ ഒരു വിറയല്. ഇത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ വഴിയാണോ? ഇത് ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്കല്ല പോവാ, പോകുമ്പോ അറിയാം. ഇതെനിക്ക് തോന്നുന്നു കാസർഗോഡ് ഹൈവേയിലോട്ട് തന്നെയാന്ന് തോന്നുന്നു. നല്ല തെറിപ്പുണ്ട് വണ്ടി, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തെറിക്കുന്നുണ്ട് വണ്ടി. സെയിം ഫോർച്യൂണർ, നമ്മുടെ നാട്ടിലെ ഫോർച്യൂണറിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു തെറിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിനകത്തിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞാൻ മറ്റേ ഇതിന്റെ തൊട്ട് മുമ്പ് 2021 വണ്ടിയാണ് ഷിനോദിൻ്റെ ഇരിക്കുന്നത്. അതിന് ഇത്രയും തെറിപ്പ് എനിക്ക് ഫീൽ ചെയ്തില്ല കേട്ടോ അത് ഓടിച്ചിട്ട്. ഇത് നല്ല തെറിപ്പുള്ള പോലെ തോന്നുന്നു എനിക്ക്. എനിക്ക് തോന്നിയില്ല ഓടിച്ചിട്ട് നല്ലോണം തെറിക്കുന്നത് ഉണ്ടോ? ചെറുതായിട്ട് തോന്നിയായിരുന്നു, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ നമ്മൾ ഈ ഹൈബ്രിഡ് വണ്ടി എന്നെ കൊണ്ടുനടന്നിട്ടേ അങ്ങനെ ഒരു ഇടയ്ക്ക് കാല് ഞാനത് സ്പീഡിൽ പോയി നോക്കാന്ന് പറഞ്ഞു. പയ്യെ പോവാൻ നമുക്ക് അതിനെ മനസ്സിലാവില്ലല്ലോ. പക്ഷെ സ്പീഡിൽ പോകുമ്പോൾ എനിക്ക് ആ ഒരു ഇത് ഫീൽ ചെയ്തായിരുന്നു. നല്ലോണം കിടന്ന് തെറിക്കുന്നുണ്ട് വണ്ടി. അപ്പോൾ നമ്മുടെ ടൊയോട്ടയുടെ ടെസ്റ്റ് ഡ്രൈവ് കണ്ട് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റും ചെയ്യുക.
ലൈക്ക് ചെയ്തില്ലെങ്കിലും കമന്റ് ചെയ്തില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കും എന്താണെങ്കിലും. ഞങ്ങളിത് തിരിച്ച് റിവേഴ്സ് ചെയ്തിടണം തോന്നണം. റിവേഴ്സ് ആണോ അങ്ങനെ നേരത്തെ? റിവേഴ്സ് ചെയ്തിടണം. ഞാൻ ക്രൂസർ ഇറക്കുന്നുണ്ട്. ഇപ്പൊ ഗൈസ് നമ്മളങ്ങനെ തിരിച്ചെത്തിയിട്ടുണ്ട്. എന്തായാലും വണ്ടി ഇഷ്ടമായി. ഇച്ചിരി ചാട്ടവും ഒക്കെ ഉണ്ടെങ്കിലും വണ്ടി കുഴപ്പമില്ല. നല്ല ഓടിക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ഇത് ബേസിന്റെ തൊട്ട് മുകളിലുള്ള വേരിയന്റ് ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ഇതിലുണ്ടാവും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കക്കഡുവോ അതിന്റെ തൊട്ട് താഴെയുള്ള മോഡലോ അല്ലെങ്കിൽ VXO ആണ്. അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ വണ്ടിയായിട്ട് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണുന്നതായിരിക്കും. ബൈ. ഓക്കെ, ബൈ.